കൊലപ്പെടുത്തിയ ആ ഘാതകരോട് ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ഈ അടുത്ത് അമേരിക്കയിലെ ചാർലി കിർക്ക് എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു ദൈവവിശ്വാസി, ഒരു ദൈവിക ശുശ്രൂഷകൻ, അദ്ദേഹം ആയിരക്കണക്കിനായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായിട്ട് സംവദിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഡിബേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പ്രസംഗിക്കുന്നതിൻ്റെ അടുത്തൊരു കെട്ടിടത്തിൻ്റെ മറവിൽ നിന്നും തോക്കെടുത്ത് ഈ ചാർലി കിർക്കിൻ്റെ കഴുത്തിലേക്ക് വെടിവെച്ചു. തൽക്ഷണം അവിടെ മരിച്ചു വീണു. നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ ഒരു 3 മാസമേ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ചാർലി കിർക്കിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞതെന്താണെന്ന് അറിയാവോ? നമ്മളെല്ലാം മാധ്യമങ്ങളിൽ കൂടി എല്ലാം വായിച്ചതാ. യേശു ക്രിസ്തു ഞങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്, യേശു ക്രിസ്തു ഞങ്ങളെ ക്ഷമിക്കാനാണ് പഠിപ്പിച്ചത് എന്നും പറഞ്ഞ് തൻ്റെ മക്കളുടെ അപ്പനായ ജീവിത പങ്കാളിയായ ഈ ചാർലി കിർക്കിൻ്റെ ഘാതകനായ ഈ യുവാവിനോട് ഞാൻ ക്ഷമിക്കുകയാണെന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതാണ്. നമുക്കറിയാം, ഹോളിവുഡിലെ ഒരു നടൻ ഈ ചാർലി കിർക്കിൻ്റെ ജീവിത പങ്കാളി ക്ഷമിച്ച വിവരം അറിഞ്ഞ് അദ്ദേഹം ഈ ന്യൂസ് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ 60 വർഷം മുമ്പ് ഒരാൾ കൊലപ്പെടുത്തിയതായിരുന്നു. 60 വർഷമായിട്ട് ആ മനുഷ്യനെ ക്ഷമിക്കാൻ പറ്റാതെ ആയിരുന്നു ആ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതിൽ നിന്നും പ്രചോദനമായിട്ട് ചാർലി കിർക്കിൻ്റെ ജീവിത പങ്കാളി ആ കൊലപാതകയോട് ക്ഷമിച്ചത് എന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 60 വർഷം മുമ്പേ എൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയ ആ ഘാതകനോട് ഞാൻ ക്ഷമിക്കുകയാണെന്ന് ആ ഹോളിവുഡിലെ പ്രമുഖ സിനിമകളുടെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും കാലത്ത് കേട്ട ഒരു കഥയല്ല. വർത്തമാനകാല ലോകത്തിൽ, വർത്തമാനകാല ഭാരതത്തിൽ ഒക്കെ ഈ ഒരു ക്ഷമ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 10, 15, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും അപമാനകരമായ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലോ, നമുക്കെന്തെങ്കിലും മാനസിക ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലോ, എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെ ആരെങ്കിലും അവരോട് എന്തെങ്കിലും ഒരു വെറുപ്പോ വിദ്വേഷമോ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിരുപാധികം നിങ്ങൾ ആ മനുഷ്യനോട്, സഹോദരനോട് ക്ഷമിച്ച് ആ മനുഷ്യന് വേണ്ടി ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ നിങ്ങളിപ്പോൾ ദൈവം ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിവിധങ്ങളായ മേഖലകളിലേക്ക്, രോഗാവസ്ഥയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയുള്ള കടബാധ്യതകളിലേക്ക്, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഈ അസ്വസ്ഥതകളിലേക്ക് ദൈവം കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ പ്രതിസന്ധികൾ എടുത്തു മാറ്റും എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്.